ഹാ, ഇന്നെന്താ ഒറ്റയ്ക്കുള്ളൂ? റാം വരുന്നില്ലേ? അവനൊന്നില്ല. ഉറക്കമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഈ വേലക്കാരൊക്കെ ഇങ്ങനെയാ, മടിയന്മാർ. അല്ല, അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി വിളിക്കായിരുന്നതാണ്. അപ്പോൾ ശരി, കാണാം. ശരി. സാർ, രാവിലെ പോയ ഞാൻ അറിഞ്ഞില്ല. താൻ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് വിളിക്കണ്ടെന്ന് കരുതി. ഞാൻ സാറിന് ചായ കൊണ്ടുവരാം. സാർ, ചായ. താൻ കുടിച്ചോ? കുടിച്ചു സാർ. ഹലോ. അമ്മേ, സുഖമാണോ? ശരി, ഞാൻ ഇന്ന് തന്നെ ചെന്ന് കൊടുത്തേക്കാം. ഇല്ല, മറക്കില്ല. ശരി അമ്മേ. റാം സർ, അമ്മയുടെ ഫോണായിരുന്നു. ഇവിടെ അനാഥാലയത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് കുറച്ച് കാശ് ഇന്ന് കൊടുക്കാൻ നേരിടുന്നു. അത് പറയാൻ വിളിച്ചതാണ്. എന്നാ സാർ പോയി കൊടുത്തിട്ട് വാ. പക്ഷേ വരാൻ കുറച്ച് വൈകും. വെങ്കടേഷ്. അതെ, ഇരിക്കൂ. എൻ്റെ അമ്മ വിളിച്ചിരുന്നു. ലക്ഷ്മി. അതെ, മാഡം വിളിച്ചിരുന്നു. മാഡത്തിൻ്റെ മോനാണല്ലേ? ഡൊണേഷൻ്റെ കാര്യമൊക്കെ അമ്മ പറഞ്ഞിരുന്നല്ലോ. അതെ, അമ്മ ഒരു സംഖ്യ തരാമെന്ന് പറഞ്ഞിരുന്നു. ശരി. ഇത് കുട്ടികൾക്കുള്ള കുറച്ച് ബുക്സാണ്. ശരി. ശരി. ഒരു മിനിറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഇതാരാ സർ? ഇതെൻ്റെ സുഹൃത്താണ്. ഇവിടെ അവർ ഭിക്ഷക്കാർക്കുള്ളൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. അവിടെ അവർ താമസവും ഭക്ഷണവുമൊക്കെ ഒരുക്കും. കൂട്ടത്തിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇവർ സഹായിക്കും. ഞാൻ ഇടയ്ക്ക് വരാം. നീ വണ്ടി എടുത്തോ. ശരി. ശരി. വണ്ടി എന്നാണ് എത്തിക്കും കേട്ടോ. സാർ, ഞാൻ അത്യാവശ്യ സാധനം കാത്തിരിക്കായിരുന്നു. അമ്മയ്ക്കൊട്ടും സുഖമില്ല. പക്ഷേ ഇപ്പോഴാണോ ഇത് പറയുന്നത്? നേരത്തെ പറയുന്നതെങ്കിൽ അവരോട് പോകാമായിരുന്നല്ലോ. എന്തായാലും പോട്ടെ, താമസിക്കണ്ട. പെട്ടെന്ന് നോക്കിയോ. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. അയ്യോ വേണ്ട സർ, എൻ്റെ കയ്യിലുണ്ട്. എന്നാലും സാരമില്ല, ആശുപത്രിയല്ലേ, എത്രയാവുമെന്ന് പറയാൻ പറ്റില്ല. ഇനി താൻ പെട്ടെന്ന് പൊയ്ക്കോ.
ഞാൻ രാവിലെ ജോഗിന് പോണായിരുന്നു, നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ നേരത്തെ ഉണ്ടാലെന്താ? ഓരോന്നിന് ശമ്പളം കൊടുത്തെടുത്തിരിക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പോയി റെഡി ആയിട്ട് വാ. അപ്പൊ ഗേറ്റാർ തുറക്കും. ഇത് പിടിക്ക്, ഞാൻ ഇപ്പോൾ വരാം. ജോഗിങ് ചെയ്ത് ഓരോ റൗണ്ട് ക്ഷീണിച്ചു വരുമ്പോൾ ഞാൻ നിന്റെ മുമ്പിൽ തലവും വിട്ട് നിൽക്കണോടാ. യവനെയൊക്കെ കഷ്ടം. വിടി. ഡാപ്പു, ഇതുവരെ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? ഓ ഡാപ്പു, ഡാ എന്താടാ ഇത്ര താമസം കൊണ്ടുവരാൻ? സോറി സർ. ഫോണിങ്ങെടു. ഹലോ, ഉണ്ട്. കൊടുക്കാം സർ ഫോൺ. ഹലോ, എന്തുണ്ടടാ വിശേഷം? സുനാമി ഫണ്ടിനോ? ഡാ ഇപ്പോൾ ഇത്തിരി ടൈറ്റാടാ. എന്നാലും നോക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഓരോരുത്തന്മാർ ഫോൺ വിളിക്കും. സാറുണ്ടെന്ന് പറഞ്ഞ് ഫോൺ തരാൻ വേറൊരുത്തൻ. സുനാമി റിലീഫ് ഫണ്ട് പോലും. അങ്ങനെ എൻ്റെ കാശ് കൊണ്ട് ഒരുത്തനും റിലീഫ് അനുഭവിക്കണ്ട. ഓരോരുത്തന്മാർ വിളിക്കാനും സാറുണ്ടെന്ന് പറഞ്ഞ് ഓരോരുത്തന്മാർ ഫോൺ തരാനും. വേറെ പണിയില്ലേ? ഇതിനൊക്കെ കൊടുക്കുന്ന കാശുണ്ടെങ്കിൽ എനിക്ക് വേറെ എന്തെല്ലാം ചെയ്യാം. നിന്നെ ഇവിടെ കണ്ടുപോരുന്നത് പറഞ്ഞിട്ടുള്ളല്ലടാ. ഇനി ഇവിടെ കിടന്ന് കറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. പോടാ പോടാ. പോ. Joy. That is the mystery of love. സ്നേഹമെന്നും മഹിതമല്ലോ സേവനത്തിൻ പാതയിൽ
സ്നേഹമന്ത്രസ്പന്ദനം. സ്നേഹമെന്നും മഹിതമല്ലോ സേവനത്തിൻ പാതയിൽ. സ്നേഹമെന്നും മഹിതമല്ലോ സേവനത്തിൻ പാതയിൽ. സ്നേഹസുരഭില സുമങ്ങൾ ഹൃദയ സുസ്മിതങ്ങൾ. സ്നേഹസുരഭില സുമങ്ങൾ ഹൃദയ സുസ്മിതങ്ങൾ. മാനവന്റെ ഹൃദയതാളം മർത്യസ്നേഹം. മാനവന്റെ ഹൃദയതാളം മർത്യസ്നേഹം. സ്നേഹമെന്നും മഹിതമല്ലോ സേവനത്തിൻ പാതയിൽ. സ്നേഹമെന്നും മഹിതമല്ലോ സേവനത്തിൻ പാതയിൽ. സ്നേഹാർദ്രമാം ഹൃദയമെന്നും സ്നേഹാർദ്രമാം ഹൃദയമെന്നും സ്നേഹമന്ത്രസ്പന്ദനം. ഇത് സ്നേഹമന്ത്രസ്പന്ദനം. Ever turn your back to the poor. For in turning your back to the poor, you are turning it to Jesus Christ.